ടണ്ടടായ് തത്സമയ ശ്രീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ഉത്സവം തീർന്നതിന് എന്തിനാ ഇത്രയും സങ്കടം എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറയാലോ, വിളയിലമ്മ എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം 3 വർഷമായി കേട്ടോ കറക്റ്റായിട്ട് ഇവിടെ പൊങ്കാലയിട്ട് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഉത്സവത്തിനാണ് ഞാൻ ഏകദേശം ഒരു 8 ദിവസവും എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് അമ്മയുടെ നടയിൽ എനിക്ക് ഉത്സവം കൂടാൻ പറ്റി എന്നുള്ളതാണ്. 10 ദിവസം ഉണ്ടായിരുന്നു, പക്ഷെ വന്നും പോയൊക്കെ ആയിരുന്നു നിന്നിരുന്നേ. ഞാനിവിടെ 2 വർഷമായിട്ട് ഞാൻ പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഈ വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ടും പറയുന്നത്, എനിക്ക് ഈ ദേവി അങ്ങനെ ഒരു സങ്കല്പത്തിനോട് അത്ര വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് മൂകാംബികയിൽ ഇടയ്ക്ക് വെച്ച് പോവുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ വിളയിലമ്മയുടെ നടയിലെത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഈ അമ്പലം ഇങ്ങനെ ആയിരുന്നില്ല, ഒരു അമ്പലം ഇങ്ങനെ ആയിരുന്നില്ല എന്നല്ല, ഇതിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു. മതിലും ഗേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പഴയ എങ്ങനെയാണോ അമ്പലം ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലാണ് ഞാനൊരു 4-5 വർഷം മുന്നേ ഞാൻ കാണുന്നത്. 4-5 വർഷം മുന്നെയാണ്, ഏകദേശം 4-5 വർഷമല്ല കേട്ടോ, 2016 സമയത്താണ് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും പാത്തുമായിട്ട് വന്നപ്പോൾ ഇതേപോലെ എനിക്ക് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുകയും ഒരു തവണ ഇതേപോലെ ആ സമയത്ത് 2015 ഉത്സവമാണെന്ന് തോന്നുന്നു, അല്ല 2016 ഉത്സവമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് എൻ്റെ ഫേസ്ബുക്കിൽ നിന്നൊരു ലൈവ് അമ്പലത്തിലെ പൊങ്കാല സമയത്ത് പാത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അമ്പലം കാണണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതുവഴി വരികയും അമ്പലത്തിൻ്റെ മുറ്റം, ഞാൻ ഒരു ഒരു 2 മണി 3 മണി സമയമൊക്കെ ആയിക്കാണ് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നത്. ആ സമയത്താണ് ഞാൻ അമ്പലം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ വരുന്ന സമയത്ത് അമ്പലത്തിനകത്ത് ഞാൻ വരുന്ന സമയത്ത് കളങ്കാവൽ എന്താണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ദേവി സങ്കല്പത്തിനോട് എനിക്ക് അത്ര ഇതില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ സിറ്റി എങ്ങോട്ടൊക്കെ കളങ്കാവലും കാര്യങ്ങളും ഒക്കെയുള്ള അമ്പലങ്ങളും കുറവായതുകൊണ്ടൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ കളങ്കാവൽ കാണുകയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് അപ്പം തന്നെ എനിക്കൊരു ഹാരം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് ദേവിയാണ് ആ സമയത്ത് ഇങ്ങനെ കളങ്കാവലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മാല എനിക്ക് തന്ന സമയത്ത് ഈ റോസിൻ്റെ മാലയായിരുന്നു എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെയുള്ള ഉത്സവങ്ങളിൽ ഞാൻ ആ 3 വർഷവും അടുപ്പിച്ച് എനിക്കവിടെ പൊങ്കാലയിടാൻ സാധിച്ചു. 2 വർഷം എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സങ്കടപ്പെടേണ്ട സമയങ്ങളിലെല്ലാം എനിക്ക് കൂട്ടായിട്ട് താങ്ങായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മേനെയാണ് ഞാൻ എൻ്റെ ദേവി അങ്ങനെയൊക്കെ ഉള്ളൊരിത് ആ ഒരു സങ്കല്പത്തിൻ്റെ ഒരു മറുരൂപം ഉണ്ടെങ്കിൽ അത് വിളയിലമ്മയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എനിക്ക് അത്രയും വിശ്വാസമാണ്, അത്രയും ഒരുപാട്. അതേപോലെ അമ്പലത്തിൻ്റെ മറ്റു ഈ ഒരു പൂർവ്വചരിത്രമൊന്നും എനിക്ക് അറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ മുന്നെയൊക്കെ അമ്പലം വേറൊരു സ്ഥലത്തായിരുന്നെന്നും പിന്നീട് സ്ഥലം കൊടുത്ത് ഇങ്ങോട്ട് അമ്മയെ കുടിയിരുത്തുകയും ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടറിവ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയത്തില്ല. ആദ്യം ഭദ്രകാളി രൂപത്തിൻ്റെ ഇത് മാറ്റി, പിന്നീട് അത് കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്ന മുടി കടലിൽ കൊണ്ടൊഴുക്കുകയോ കത്തിച്ച് കളയുകയോ ഏതാണ്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ മുടി അങ്ങനെ ആക്കിയെടുത്ത് അതിനുശേഷം ദേവിയായിട്ട് സങ്കല്പിച്ച് അങ്ങനെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതി പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഉത്സവം എന്നൊക്കെ പറയുന്നത്, ഞാനൊരു സിറ്റിയിൽ വളർന്ന ഒരാളായതും കൂടെ കൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഉത്സവങ്ങളില്ല എന്നല്ല, പക്ഷേ എന്നിരുന്നാലും ഒരു കൂട്ടായ്മ, എല്ലാവരുടെയും ഒരു
ആ ഒരു 10 ദിവസത്തെ ഉത്സാഹം എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരും എപ്പോഴും ഹാപ്പി മൂഡ്, എല്ലാവരും എല്ലാ കാര്യത്തിനും ഒത്തൊരുമയോട് നിൽക്കുന്നു. അതിനൊക്കെ ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും. ഇത്രയും നല്ലൊരു ഉത്സവം കൂടാനും എനിക്കതിൽ പങ്കെടുക്കാനും സന്തോഷിക്കാനും ഈ 10 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. സത്യം പോയത് അറിഞ്ഞതേ ഇല്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉത്സവങ്ങൾ കൂടാനും സന്തോഷിക്കാനും ഒക്കെ എനിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അതുപോലെ എല്ലാവർക്കും അതുപോലെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്നും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് വിളയിലമ്മ. എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് എന്നെ എന്താ പറയുന്നത്, എൻ്റെ പോറ്റമ്മ എന്നൊക്കെ പറയും പോലെ അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ മുന്നേ എൻ്റെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കെല്ലാം ഞാൻ എൻ്റെ മനസ്സിലൊരു സ്ഥാനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ എൻ്റെ പോറ്റമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ വിളയിലമ്മയെ കാണുന്നത്. അത്രയും ഒരു പരിപൂർണമായിട്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളും സന്തോഷങ്ങളും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചാൽ മാത്രം ആവില്ലല്ലോ സഹോദരങ്ങൾ എന്ന് പറയുന്നത് പോലെ എനിക്ക് ഒരുപാട് സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നെ ഒരു തവണയെങ്കിലും ഓർക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. അത്രയും എനിക്ക് മുന്നേ വർഷങ്ങളായിട്ടുള്ള അടുപ്പം ഉള്ളതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ 10 ദിവസവും എനിക്ക് അവരുമായിട്ടുള്ള ആ ഒരു അടുപ്പം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഒരു മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ദിവസം കാണുകയോ ഒന്നും ചെയ്യാത്ത കുറച്ച് നല്ല മനുഷ്യരാണ്. പക്ഷെ ചെല്ലുമ്പോൾ നമ്മളെ ആത്മാർത്ഥമായി അവരെ ഏറ്റെടുത്ത് അവരിലൊരാളായിട്ട് കണ്ട് അവരെ പോലെ തന്നെ കണ്ട് എന്ന് തന്നെ പറയണം. അത്രയും സ്നേഹത്തോടെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളിലും എനിക്കും ഒരു സ്ഥാനം നൽകി ഒപ്പം കൂട്ടുന്നത്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിന് രക്തബന്ധം തന്നെ വേണമെന്നില്ല എന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഓരോ വ്യക്തികളെ ഞാനിങ്ങനെ ചിലപ്പോൾ പേരുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ പോയാൽ ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേരുകളൊന്നും എടുത്തെടുത്ത് പറയാത്തത്. ഇത്തവണ ഞാൻ പൊങ്കാല ഇട്ടില്ല കേട്ടോ. ഇത്തവണ എനിക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് വീഡിയോ ആയിട്ട് പകർത്താൻ ഒരുപാട് പറ്റി കേട്ടോ. ആ സമയത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും അധികം കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഇറങ്ങി വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനും പറ്റത്തില്ലല്ലോ, നമ്മളല്ലേ പൊങ്കാല ഇടുന്നേ. അതുപോലെ തന്നെ ഇത്തവണ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും നല്ലൊരു മഴ അങ്ങ് പെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരുടെ പൊങ്കാലയൊന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പലരുടെയും അടുപ്പുകളെല്ലാം ഇങ്ങനെ ഒലിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ അതെല്ലാം പെയ്ത് തോർന്ന് സമാധാനമായിട്ട് പിന്നീട് ആ ഒരു ഒത്തൊരുമയിൽ ഇതേ പറഞ്ഞ പോലെ എല്ലാവരും ഒത്തൊരുമിച്ച് വീണ്ടും ആ ഒരു അടുപ്പൊക്കെ കത്തിച്ച് പൊങ്കാല ഇടുന്നത് കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ കണ്ണിന് കുളിർമയായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ. അത്രയും പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ പരസ്പരം നമുക്ക് മറ്റുള്ളവരെ സഹായിച്ച് ആ ഒരു രീതിയിലോട്ട് പോകാൻ പറ്റുന്നത്. എല്ലാവരിലും കണ്ടുവെന്ന് വരത്തില്ലല്ലോ. 2 വർഷം മുന്നത്തെ ഉത്സവത്തിന് കുറച്ച് ദിവസങ്ങളിലൊക്കെയാണ് 1-2 പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത്. അതും അവിടുത്തെ കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അത് അമ്പലത്തിൻ്റെ അടുത്ത മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരുന്നു. പക്ഷേ ഈ 2 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം മുതൽ സ്റ്റേജൊക്കെ ആയിട്ട് അങ്ങനെ 10 ദിവസവും നല്ല പ്രോഗ്രാംസൊക്കെ ആയിട്ട് നല്ല കണ്ണിന് നല്ല കുളിർമയായിട്ട് ഒരു പീസ്ഫുൾ മൈൻഡായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എപ്പോഴും ആളും ബഹളവും കൂട്ടങ്ങളും ലൈറ്റ്സും സൗണ്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ഒച്ചയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്സവമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ അത്രയും സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിളയിലമ്മയുടെ ഉത്സവം 10 ദിവസം എന്നൊക്കെ പറയുമ്പം
എന്തോ വണ്ടർ അടിച്ച പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനും ആ ഒരു 10 ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ വീഡിയോസും ഫോട്ടോസും പിന്നെ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകാനും ഒക്കെ കിട്ടുന്ന ഒരു എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഉത്സവം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുന്ന സമയത്തൊക്കെ അല്ലേ. പക്ഷേ എനിക്കെന്ന് പറയുമ്പോഴത്തേനും അത്രയും സന്തോഷമാണ്. കാരണം ഞാൻ എന്തോ ദൂര സ്ഥലത്ത് നമ്മളൊക്കെ അബ്രോഡൊക്കെ പോകത്തില്ലേ, അതേപോലെ ഒരു അവസ്ഥയാണ് എനിക്ക്. സിറ്റിയിൽ നിന്ന് മാറി ഒരു ഗ്രാമപ്രദേശത്ത് ഒതുങ്ങിയൊരു സ്ഥലത്തൊരു അമ്പലം, അവിടെ ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കണ്ട് ഉറക്കം എഴുന്നേറ്റ് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിച്ച് ആ ഒരു സംഭവം ഉണ്ടല്ലോ. എന്നിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേനും ആ ഉത്സവം കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഈ 10 ദിവസം. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്രമാത്രം ഹാപ്പി ആയിരുന്നു കേട്ടോ, അത്രമാത്രം. ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 10ാം ഉത്സവ ദിവസത്തെ ഘോഷയാത്രയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം കൂടെയൊക്കെ ആഡാക്കി ഇടുമ്പോൾ ഡ്യൂറേഷൻ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് വിട്ടേക്കുന്നത്. കാരണം കാണിക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ 10 ദിവസവും ഈ 10 എപ്പിസോഡായിട്ട് കാണിക്കുമെന്ന് അറിയില്ലേ, അതുപോലെ കാണിക്കാനായിട്ട് അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് കട്ട് ചെയ്ത് ഒറ്റ വ്ളോഗാക്കി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും ഒരു ഡ്യൂറേഷനിൽ കിടക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വിളയിലമ്മയുടെ നടയിൽ 2 വർഷമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് കോപ്പിറൈറ്റിംഗ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 വർഷമായിട്ട് ഞാൻ അമ്മയുടെ നടയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ 2 വർഷവും അമ്മയുടെ നടയിൽ ചെയ്ത ആ പ്രോഗ്രാം കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് വിളയിലമ്മയുടെ നടയിൽ ആ ഒരു സ്റ്റേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊറിയോഗ്രാഫി ചെയ്തതാണ്. മറ്റൊരു സ്റ്റേജിലും ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിക്കത്തുമില്ല, ചെയ്യത്തുമില്ല. അത് ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് കൊറിയോഗ്രാഫി ചെയ്ത്. കഴിഞ്ഞ വർഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞങ്ങൾ അത്രയും ഒരു ഡ്യൂറേഷനിൽ ചെയ്തില്ല. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ വിചാരിക്കും ഈ കൊച്ചിന് എന്തോ മാരകമായ എന്തോ ഒരു സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയാന്നൊക്കെ വിചാരിക്കും. ഒന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണറിയാണ്ട് നിറഞ്ഞൊഴുകും കേട്ടോ. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീകണ്ഠേശ്വരൻ്റെ നടയിൽ പോകുമ്പോഴും വിളയിലമ്മയുടെ നടയിൽ വരുമ്പോഴും എനിക്കറിയാണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനസ്സിലെ ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഏതാണ്ടൊക്കെ കൊണ്ടാണ്. അതങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രം, സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം, അല്ലലില്ലാണ്ട് ആരോഗ്യത്തോടെ, ഞാനെന്ന അഹങ്കാരമില്ലാതെ ഇരിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രം. അടുത്ത വർഷവും ഇതിലും ഗംഭീരമായി അമ്മയുടെ ഉത്സവം എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഇതിലും ഗംഭീരമായിട്ട് എടുക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങളുമായി ഇനിയും കാണാം തത്സമയം ശ്രീയിലൂടെ. അതുവരെ ടാറ്റ ബൈ ബൈ, എല്ലാവർക്കും നല്ലത് വരട്ടെ.